ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതകളുടെ പേരും പരിഗണനയിൽ. നിർമ്മല സീതാരാമൻ, ഡി പുരന്ദരേശ്വരി, വനതി ശ്രീനിവാസൻ എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. ഈ മാസം പകുതിയോടെ പുതിയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നാണ് സൂചന. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, ആരായിരിക്കും അധ്യക്ഷ പദവിയിലേക്ക് എത്തുക എന്ന ചോദ്യത്തിന് അതൊരു വനിതയായിരിക്കും എന്നതിലേക്ക് ഉറപ്പിക്കാറായോ? സുജയ, ഉറപ്പിക്കാറായിട്ടില്ല. പക്ഷെങ്കിൽ പോലും വനിതകളെ കൂടി ദേശീയ അധ്യക്ഷന്റെ ബി.ജെ.പി പദത്തിലേക്ക് പ്രതീക്ഷിക്കാം എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിർണായകമായ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായും നിർമ്മല സീതാരാമൻ, അതോടൊപ്പം തന്നെ ഡി പുരന്ദേശ്വരി, അതോടൊപ്പം തന്നെ വനതി ശ്രീനിവാസൻ എന്നീ പേരുകളാണ് ഇപ്പോൾ നിർണായകമായി തന്നെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നിർമ്മല സീതാരാമണെങ്കിൽ 2019 മുതൽ തന്നെ ബി.ജെ.പി ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാവാണ്. അത് മാത്രമല്ല, നിർമ്മല സീതാരാമൻ ധനമന്ത്രി എന്ന പദവിയിൽ 2019 മുതൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അതോടൊപ്പം തന്നെ ഡി പുരന്ദേശ്വരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. കരുത്തുറ്റ നേതാവാണ്. വിവിധ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന അത്തരത്തിലുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ വനതി ശ്രീനിവാസൻ എന്ന് പറയുന്നതും ശക്തമായ ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ നേതാവാണ്. അത് മാത്രമല്ല, ദേശീയ മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷ കൂടിയായിരുന്നു അവർ. അത്തരത്തിലുള്ള പദവികൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും തെക്കേ ഇന്ത്യയിൽ നിന്നൊരു വനിതാ അധ്യക്ഷ വരികയാണെങ്കിൽ അത് തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി കൂടുതൽ കരുത്ത് പകരും എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ പരിഗണന വെച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മല സീതാരാമൻ അടക്കമുള്ള ഈ 3 പേരുകൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് എന്താണെങ്കിലും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ജൂലൈ 15 ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കതിനെ കാത്തിരിക്കാം. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകി.